ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായക്കടി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാം. വൈകുന്നേരങ്ങളിലും ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്കി വന്ന ചോറാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചോറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ചോറിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. 1-2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ വെള്ളം ചേർക്കാവൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരഞ്ഞ് കിട്ടേണ്ടത്. ഒരുപാട് വെള്ളം ചേർക്കരുത്. അപ്പോൾ ഈ അരച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് മധുരമാണ്. ശർക്കരയാണ് ഞാൻ മധുരത്തിന് പകരം വെച്ചേക്കുന്നത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ ചോറെടുത്തത് ആ കപ്പിൽ തന്നെ അരിപ്പൊടി എടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അരച്ച സമയത്ത് ഒരുപാട് വെള്ളം കൂടി പോകരുത്. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർക്കുമ്പോൾ ഒരുപാട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആദ്യം 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് പോരാ, കയ്യിൽ പിന്നെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട്. ഇപ്പോൾ ലാസ്റ്റ് കുഴച്ച് കഴിഞ്ഞിട്ട് പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലോട്ടാക്കി കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ആ ഒരു പരുവം വരെ നമ്മളിത് കുഴച്ചെടുക്കണം. നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ആവുന്നത് വരെ നമ്മളിത് കുഴച്ചെടുക്കണം. എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് എണ്ണ ആവശ്യമൊന്നുമില്ല, കുറച്ച് എണ്ണ മതി. പിന്നെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ കൈ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അത്രയും നമ്മുടെ മാവ് സോഫ്റ്റായി കിട്ടും. എങ്കിൽ മാത്രമേ സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ ആണ്. അപ്പോൾ മധുരത്തിനായിട്ട് ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആക്കി വെച്ചേക്കുന്ന ബോൾസ് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കയ്യിൽ വെച്ച് തന്നെ പരത്തിയെടുത്താൽ മതി. കയ്യിലൊന്ന് വെള്ളമാക്കി കൊടുത്തിട്ട് പരത്തിയെടുത്തെങ്കിൽ കയ്യിലൊട്ടി പിടിക്കാതിരിക്കും. അപ്പോൾ ഇത്രയും വലുപ്പത്തിലൊന്ന് ആക്കി കൊടുത്തിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ബോൾസാക്കി തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഇപ്പോൾ ബോൾസായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഫില്ലിങ്സൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റീമറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എല്ലാ ബോൾസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് ആവിയേറ്റിയെടുക്കണം. നമ്മുടെ ചായ തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ബാക്കി ചോറൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചോറൊന്നും കളയാതെ ഇതുപോലുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റെസിപ്പി
തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയോ വ്ളോഗോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.